ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. പ്രിറ്റി മിസ് ആണ്. അപ്പം നിങ്ങളുടെയൊക്കെ ആഗ്രഹപ്രകാരം തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് ചാപ്റ്ററും റെസ്പിറേഷൻ പ്ലാന്റ്സ്, ഈ രണ്ട് ചാപ്റ്ററിൻ്റെയും എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് മിസ് വന്നിട്ടുള്ളത്. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് നമുക്കറിയാം ഇപ്പോഴത്തെ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എങ്കിൽ കൂടെ കോൺസെപ്റ്റ് നല്ലോണം പഠിച്ചാൽ എങ്ങനെ തലതിരിഞ്ഞ് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ബയോളജി ഫോർ ദി 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് നിങ്ങൾ നോക്കിയാലും നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്, ഒന്ന് ഡയറക്ഷൻ മാറി ചോദിക്കുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളും ഇപ്രാവശ്യത്തെ എക്സാം കാണുമ്പോൾ ആ രീതിയിൽ ടെൻഷൻ ഒന്നും ആവണ്ട. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ച് കോൺസെപ്റ്റ് ഓർമ്മ വന്ന് എങ്ങനെയാണ് ഇത് ചോദിച്ചിരിക്കുന്നത്, എന്ത് പോയിന്റാണ് ഇവിടെ ആൻസർ ആയിട്ട് വേണ്ടതെന്ന് ആലോചിച്ച് തന്നെ ആൻസർ എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് നിങ്ങളുടെ മോട്ടീവ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗിവൻ ബിലോ ആർ സം ഫീച്ചേഴ്സ് ഓഫ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൻഡ് ഫ്രം ദ ഹിൻസ് പ്രൊവൈഡഡ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ് എന്താണ്, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെയും പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റേത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം നോൺ സൈക്ലിക്കും സൈക്ലിക്കും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻ്റെയും കോൺസെപ്റ്റ് നിങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ആദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. നോൺ സൈക്ലിക്കുമായിട്ട് ബന്ധപ്പെട്ടത് NADPH ആൻഡ് ATP ആർ ഫോംഡ്. നോൺ സൈക്ലിക്കിൽ എന്ത് ചെയ്യുന്നു, NADPHും ATPയും ഫോം ചെയ്യുന്നുണ്ട്, അതൊന്നാമത്തേത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാലോ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഒക്യൂർ. വാട്ടറിൻ്റെ സ്പ്ലിറ്റിംഗ് ഒക്യൂർ ചെയ്യുന്നതാണ് എന്ത്, ഈ രണ്ട് നോൺ സൈക്ലിക് ഫോസ്ഫോറിലേഷനിലും. അതുപോലെ തന്നെ ബോത്ത് ഫോട്ടോ സിസ്റ്റംസ് ഇൻക്ലൂഡ് അല്ലേ. നോൺ സൈക്ലിക്കിൽ നമുക്ക് കാണാം ഫോട്ടോ സിസ്റ്റം 1 ഉണ്ട്, ഫോട്ടോ സിസ്റ്റം 2ഉം ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഹിയർ ഓക്സിജൻ ഈസ് ഇവോൾവ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണ്. അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനെ നിങ്ങൾ പഠിക്കേണ്ടത്. സെക്കൻഡ് വൺ, ലേബൽ ദ പാർട്ട് ABCD ഇൻ ദ ഗിവൺ ഡയഗ്രാം. ഇത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ബേസ് ചെയ്തും ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ബേസ് ചെയ്തും ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ABCD തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, എ എന്ന് പറയുന്നത് സ്ട്രോമ ലാമെല്ലയാണ്, സ്ട്രോമ ലാമെല്ല. ബി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഗ്രാനയാണ്. സി എന്ന് പറയുന്നത് സ്ട്രോമയാണ്. ആൻഡ് ഡി എന്ന് പറയുന്നത് റൈബോസോമാണ്. ഓക്കെ, ഡി എന്ന് പറയുന്നത് റൈബോസോമാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഫിഗർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചോദിച്ചാൽ എന്തായാലും എഴുതണം. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ പ്രോസസ് ഗിവൺ ഇൻ ദ പിക്ചർ. വേർ ഡസ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോട്ടോ സിസ്റ്റം 1 മാത്രമാണ്. ഇത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ പിക്ചറാണ്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എവിടെയാണ് നടക്കുന്നതെന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എവിടെയാണ്, തൈലക്കോയിഡ്, സ്ട്രോമ ലാമെല്ല അല്ലെങ്കിൽ തൈലക്കോയിഡിലാണ് ഇത് നടക്കുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇറ്റ് ഈസ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അവിടെ ഫോട്ടോ സിസ്റ്റം 1 മാത്രമാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഓർത്ത് വെക്കണം, ഈ പ്രോസസ്സ് നിങ്ങൾ പഠിക്കണം. ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് ക്ലോറോഫിൽ P700, അതാണ് ഫോട്ടോ സിസ്റ്റം 1. അവിടെ നിന്ന് ഇലക്ട്രോൺ സിസ്റ്റം എക്സെപ്റ്റർ ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് തിരിച്ച് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി വീണ്ടും അത് സെയിം പൊസിഷനാണ്. സോ ഇറ്റ് ഈസ് എ സൈക്ലിക്, തുടങ്ങുന്നിടത്ത് തന്നെ തിരിച്ച് അവസാനം എത്തുന്നുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ATP ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കണം. അടുത്തത്, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹാച്ച് ആൻഡ് സ്ലഗ് പാത്വേ ഷോൺ ബിലോ. നെയിം ദ സെൽസ് ഇൻവോൾവ് ഇൻ ദിസ് പാത്വേ. ഐഡന്റിഫൈ ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അനാട്ടമി. ഇത് എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ ഡയഗ്രാം ബേസ്ഡ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഡയഗ്രാം തന്നെ ലേബൽ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഇത് ബുദ്ധിമുട്ടാവുന്നത് എപ്പോഴാണ്, നമ്മൾ ഒരേ പാറ്റേണിൽ ക്വസ്റ്റ്യൻ കണ്ട് അതേ പാറ്റേണിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാൻഡേർഡ് ആവുന്നതിനനുസരിച്ച് അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ഇവിടെ നോക്കുക, ഇവിടെ നടക്കുന്ന പാത്വേ എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കണം. ഇവിടുത്തെ പ്രോസസ്സുകൾ, ഫിക്സേഷൻ, ട്രാൻസ്പോർട്ട്, ഡീകാർബോക്സിലേഷൻ, ട്രാൻസ്പോർട്ട്, റീജനറേഷൻ, ഈ പ്രോസസ്സുകൾ ഓർത്ത് വെക്കണം. ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ എന്താണെന്ന് ഓർത്ത് വെക്കണം. സോ ഇത് നല്ലോണം പഠിച്ചു വെക്കേണ്ടതാണ്. ചിലപ്പം ഈ ഡയഗ്രാം തന്നെ നിങ്ങളോട് ലേബൽ ചെയ്യാൻ ചോദിക്കാം. സാധാരണ ബണ്ടിൽ ഷീറ്റ് സെല്ലും എന്താണ്, നോർമൽ മീസോഫിൽ സെല്ലിൽ നിന്ന് ചോദിക്കാറുള്ളൂ. പക്ഷേ നിങ്ങൾ അതിൽ കൂടുതൽ തന്നെ പ്രതീക്ഷിക്കണമെന്നാണ് മിസ് പറയുന്നത്. സോ ഇവിടെ നോക്കുക, നെയിം ദ സെൽ ഇൻവോൾവ് ഇൻ ദിസ് പാത്വേ. ഏതൊക്കെയാണ്, മീസോഫിൽ സെല്ലും ബണ്ടിൽ ഷീറ്റ് സെല്ലുമാണ്. ഐഡന്റിഫൈ ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അനാട്ടമി. ഇവരുടെ അനാട്ടമിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, ക്രാൻസ് അനാട്ടമി അല്ലെ. ക്രാൻസ് അനാട്ടമിയാണ്. C4 പ്ലാന്റ്സിലാണ് നമ്മളിത് കാണുന്നത്. എക്സാമ്പിളാണ് C4 പ്ലാന്റ്സിൻ്റെ എക്സാമ്പിളാണ് ഇത് ഈ മെയ്സും സോർഗവും. അപ്പം ഫോട്ടോഫോസ്ഫോറിലേഷൻ ഹാപ്പൻ ചെയ്യുന്നില്ല, കുറച്ചുകൂടെ എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആണെന്ന് ഓർത്ത് വെക്കണം. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം, എവിടെ നടക്കുന്നു എങ്ങനെ എന്നുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോൺസ് ത്രൂ ETS ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ് റിസൾട്ട് ഫോട്ടോഫോസ്ഫോറിലേഷൻ.
റൈറ്റ് ഇനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞത് ഫോട്ടോ റെസ്പിറേഷൻ ആണ് കേട്ടോ, പറഞ്ഞ മാറിപ്പോയതാണ്. ഫോട്ടോ റെസ്പിറേഷൻ നടക്കാത്ത ഒരു പ്രോസസ്സാണ് C4 സൈക്കിളിൽ. ക്രാൻസ് അനാറ്റമി ആയതുകൊണ്ടാണ് അവിടെ ഫോട്ടോ റെസ്പിറേഷൻ നടക്കാതെ. C3 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ ഹാപ്പൻ ചെയ്യുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ട്രാൻസ്പോർട്ട് ഇലക്ട്രോഡ്സ് ത്രൂ ഇലക്ട്രോ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓഫ് ഫ്ലോറോപ്ലാസ്റ്റ് റിസൾട്ട് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ. റൈറ്റ് ഇനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്. ഇതും നിങ്ങൾ നോട്ട് ചെയ്യണം. സൈക്ലിക്കും നോൺ സൈക്ലിക്കും പഠിക്കാതെ നിങ്ങൾ ആ ചാപ്റ്റർ പോകരുത്, അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് മൂവ് സൈക്ലിക്കലി, ഇത് സൈക്കിളായിട്ട് പോകുന്നു. ഞാനിപ്പോൾ മുന്നേ കാണിച്ച പോലെ തന്നെ അവിടെ PS1 700 ആണ് ഉള്ളത്. ATP ആണ് അവിടെ സിന്തസൈസ് ചെയ്യുന്നത്. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഉണ്ടാവുന്നില്ല. നോ റിലീസ് ഓഫ് ഓക്സിജൻ ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ ലാമല്ല. ഇതിലേതെങ്കിലും ഒരു 3 ഡിഫറൻസ് പഠിച്ചാൽ മതി. ഇനി നോൺ സൈക്ലിക് ആകുമ്പോഴോ നേരെ പ്രധാനപ്പെട്ടത് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ നോൺ സൈക്ലിക് ആണ്. ഇത് ഫോട്ടോ സിസ്റ്റം 2ലേക്ക് പോകുന്നുണ്ട്, ഇത് സൈക്ലിക് അല്ല. ഇവിടെ PS1ഉം PS2ഉം ഉണ്ട്, 700ഉം ഉണ്ട്, 680ഉം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ATPയും NADPHും രണ്ടും ഇവിടെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടറും ഓക്സിജൻ റിലീസും നടക്കപ്പെടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന ലാമല്ല. അപ്പം സൈക്ലിക് സ്ട്രോമ ലാമല്ലയിലും നോൺ സൈക്ലിക് നടക്കുന്നത് ഗ്രാന ലാമല്ലയിലുമാണ്. Observe the given diagram of light harvesting complex. Name the pigment that forms reaction center. Reaction center ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ക്ലോറോഫിൽ A ആണ്. അതാണ് മേജർ പിഗ്മെന്റ് എന്ന് പറയുന്നത്. Name any one accessory pigment involved in photosynthesis. Mention the function. അപ്പോൾ ക്ലോറോഫിൽ B സാന്തോഫിൽ കരോട്ടിനോട് വെച്ച ആക്സസറി പിഗ്മെന്റ് ആണ്. ഇവരെന്താ ചെയ്യുന്നത്? ദേ അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ദ എനർജി ടു ക്ലോറോഫിൽ എ. ഇവരും ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനെ കൊണ്ട് കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആ എനർജിനെ കൊടുക്കുന്നത് ക്ലോറോഫിൽ എയിനാണ്. ആൻഡ് പ്രൊട്ടക്ട് ക്ലോറോഫിൽ എ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ. ഫോട്ടോ ഓക്സിഡേഷൻ നടക്കാതെ ക്ലോറോഫിൽ എയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഇവർ തന്നെയാണ്. Write any 3 external and internal features that affect photosynthesis. ഫോട്ടോസിന്തസിസിനെ എഫക്റ്റ് ചെയ്യുന്ന 3 എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ലൈറ്റ്, ടെമ്പറേച്ചർ, CO2 കോൺസെൻട്രേഷൻ. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എഴുതാം. പ്ലാൻ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഒന്ന് സൈസ്, നമ്പർ, ഏജ്, ഓറിയന്റേഷൻ ഓഫ് ലീവ്സ്, ദെൻ മീസോഫിൽ സെൽസിന്റെ പ്രസൻസ് എങ്ങനെയാണ്, ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രസൻസ് എങ്ങനെയാണ്, ഇന്റേണൽ CO2, ദെൻ കോൺസെൻട്രേഷൻ, എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ. ഇത്രയും ഫീച്ചേഴ്സ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അപ്പം പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ് 3 എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ഫോട്ടോസിന്തസിസ്. അതും ചോദിച്ച് കാണാറുള്ളത് തന്നെയാണ് കേട്ടോ. Some features of light reaction and dark reaction of photosynthesis are given below. Arrange them in corresponding column. അപ്പോൾ ഇവിടെ നോക്കുക, ലൈറ്റ് റിയാക്ഷൻ്റെയും ഡാർക്ക് റിയാക്ഷൻ്റെയും എന്തൊക്കെയാണെന്നാണ്. ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറയുമ്പം അത് ഏതിൽ വരും? ഡാർക്ക് റിയാക്ഷൻ ആണ്. ഫോട്ടോ കെമിക്കൽ ലൈറ്റ് യൂസ് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റിയാക്ഷൻ ആണ്. ATPയും NADPHും യൂട്ടിലൈസ് ചെയ്യുന്നത് എവിടെയാണ്? ഡാർക്ക് റിയാക്ഷനിലാണ്. ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ ഡാർക്ക് റിയാക്ഷൻ ആണ്. ATP ആൻഡ് NADPH പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ലൈറ്റ് റിയാക്ഷൻ ആണ്. ടേക്സ് പ്ലേസ് ഇൻ ഗ്രാനയും ലൈറ്റ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഡാർക്ക് റിയാക്ഷൻ, ലൈറ്റ് റിയാക്ഷൻ എന്ന് മനസ്സിലായല്ലോ. ഫോട്ടോ കെമിക്കൽ ഫേസ് ലൈറ്റ് ആണ്, അവിടെ ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, സോ ഇറ്റ് ഇസ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബയോസിന്തറ്റിക് ഫേസ് ആണ്, ഡാർക്ക് റിയാക്ഷൻ. ATD NADPH ഉണ്ടാക്കുന്നത് ലൈറ്റ് റിയാക്ഷൻ ആണ്, ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത് ഡാർക്ക് റിയാക്ഷനിലാണ്. ഗ്രാനയിലാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുക, ഡാർക്ക് റിയാക്ഷൻ സ്ട്രോമയിലുമാണ്. Some characteristic feature of C3 and C4 plants are given below. Cran's anatomy is absent, lack photorespiration. First product of CO2 fixation is PGA. Primary CO2 acceptor is PEP. Arrange them as follows. ക്രാൻസ് അനാട്ടമി ആബ്സെൻ്റ് ആയത് എവിടെയാണ്? C3 പ്ലാന്റ്സിലാണ്. കാരണം ക്രാൻസ് അനാട്ടമി നമ്മൾ കാണുന്നത് C4 പ്ലാന്റ്സിലാണ്. ഫോട്ടോ റെസ്പിറേഷൻ ലാക്ക് ചെയ്യുന്നതോ അതും C4 പ്ലാന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫോട്ടോ റെസ്പിറേഷൻ ലാക്ക് ഉള്ളത് C4 പ്ലാന്റ്സിലാണ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് CO2 ഫിക്സേഷൻ ഇസ് PGA. അതെവിടെയാണ് വരുന്നത്? PGA വരുന്നത് എവിടെയാണ്? ഫോസ്ഫോഗ്ലിസറൈഡ് ആസിഡ് എന്ന് പറയുന്നത് CO2 അക്സെപ്റ്റർ PEPയുമാണ്. അപ്പോൾ ഇതിൽ ക്രാൻസ് അനാട്ടമി ആബ്സെൻ്റ് ആയത് C3 പ്ലാന്റ്സ് ആണ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഫിക്സേഷൻ എന്ന് പറയുന്നത് PGA C3 പ്ലാന്റ്സിലാണ്. പ്രൈമറി CO2 അക്സെപ്റ്റർ PEP ആണെങ്കിൽ അത് C4 പ്ലാന്റ്സിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? സോ അങ്ങനെ നമ്മൾ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ് ചാപ്റ്ററിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു. അടുത്തത് നിങ്ങൾക്കൊക്കെ ടെൻഷൻ അടിപ്പിക്കുന്ന ചാപ്റ്ററാണ് റെസ്പിറേഷൻ പ്ലാന്റ്സ്. എത്ര പഠിച്ചാലും റിയാക്ഷൻ മറന്നു പോകും, എത്ര പഠിച്ചാലും എൻസൈം മറന്നു പോകുന്നൊരു പ്രശ്നം ഈ ചാപ്റ്ററിനുണ്ട്. പക്ഷെ നിങ്ങളാരും വിഷമിക്കേണ്ട, നമുക്ക് നോക്കി പഠിക്കാം, സെറ്റാക്കാം. നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ കോണ്ടന്റുകൾ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്യണമെന്ന് മിസ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ റെസ്പിറേഷൻ പ്ലാന്റ്സിലേക്ക് വരുമ്പം
നമുക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഗ്ലൈക്കോളിസിസ്, ക്രബ് സൈക്കിൾ ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഈ 3 പ്രോസസ്സുകൾ നല്ലോണം കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. കാരണം അതിൽ നിന്നും റിലേറ്റ് ചെയ്ത് എവിടെ കാണുന്നു, എന്ത് കാണപ്പെടുന്നു, എങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത്, അവിടുത്തെ പ്രോഡക്റ്റ് എന്താണ്, കോംപ്ലക്സ് എന്താണ്, ഇതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സുകൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ആദ്യത്തേത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ റെസ്പിറേഷൻ ഈസ് ഗ്ലൈക്കോളിസിസ്. ഡിഫൈൻ ഗ്ലൈക്കോളിസിസ്, റൈറ്റ് ദ സൈറ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് എന്താണ്? ഇറ്റ് ഈസ് ദ പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു 2 molecules ഓഫ് പൈറൂവിക് ആസിഡ്. അല്ലേ, ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 പൈറൂവിക് ആസിഡ് ആവുന്നു. ആ പ്രോസസ്സ് നിങ്ങൾ ഓർമ്മ വേണം. അത് റിയാക്ഷൻ ഒന്നും കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളോട് ചോദിക്കുക അതിൽ ഏതെങ്കിലും ഒരു ചെറിയ പോർഷൻ തന്നിട്ട് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നത്. ആൻഡ് എവിടെ നടക്കുന്നു എന്നുള്ളതാണ് സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. ഒബ്സർവ് ദി സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്രെബ് സൈക്കിൾ ഗിവൺ ബിലോ. ക്രെബ് സൈക്കിൾ തന്നിട്ടുണ്ട്. ഇതുപോലെ എയും ബിയും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. അപ്പം ഫിൽ എ ആൻഡ് ബി തന്നാൽ നമുക്ക് എഴുതാൻ അറിയാലോ. ആദ്യം ഫോം ചെയ്യുന്നത് ഏതാണ്? ക്രെബ് സൈക്കിൾ ആദ്യം ഫോം ചെയ്യുന്നത് സിട്രിക് ആസിഡ് ആണ്. പിന്നെയാണ് ആൽഫ കീറ്റ ഗ്ലൂട്ടോറിക് ആസിഡ് ആവുന്നത് 5 കാർബൺ കോമ്പൗണ്ട്. അപ്പം ആദ്യം 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സിട്രിക് ആസിഡ്, അവിടുന്ന് അത് എന്താകുന്നു? ആൽഫ കീറ്റ ഗ്ലൂട്ടോറിക് ആസിഡ് 5 കാർബൺ ആവുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? സക്സേനിക് ആസിഡ് ആവുന്നു 4 കാർബൺ. അതിൽ നിന്ന് പിന്നീട് ഫോം ചെയ്യുന്ന ബി എന്ന് പറയുന്നത് എന്താണ്? മാലിക് ആസിഡ് ആണ് കേട്ടോ. മാലിക് ആസിഡ് ആണ് ബി എന്ന് പറയുന്നത്. അതും 4 കാർബൺ കോമ്പൗണ്ട് ആണ്. ആൻഡ് ഫൈനലി ഓക്സാലിക് ആസിഡ് ആവുന്നതാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് അസറ്റൈൽ കോഎൻസൈം ജോയിൻ ചെയ്തിട്ടാണ് ബാക്കി റിയാക്ഷൻ നടക്കുന്നത്. അപ്പം ഇവിടെ ഫോം ചെയ്യുന്നത് എന്താണ്, എന്ത് പ്രൊഡക്റ്റിലേക്കാണ് മാറുന്നത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. റൈറ്റ് ഡൗൺ ദ സ്റ്റെപ്പ് വെർ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഒക്കറിംഗ് ക്രെബ് സൈക്കിൾ. ഇവിടെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഒക്കർ ചെയ്യുന്നതെന്നാണ്. അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. കൺവേർഷൻ ഓഫ് സക്സിനൈൽ കോഎൻസൈം ടു സക്സിനിക് ആസിഡ് ആൻഡ് മോളിക്യൂൾ ഓഫ് GTP ഈസ് സിന്തസൈസ്ഡ്. കാണുന്നുണ്ടോ? സക്സിനൈൽ കോഎൻസൈം സക്സിനിക് ആസിഡ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ GTP ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. ആൻഡ് ഓൾസോ ഫസ്റ്റ് അസറ്റൈൽ കോഎൻസൈം ജോയിൻ ചെയ്യുന്ന റിയാക്ഷനും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അടുത്തത് ഇതും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഭാഗം കൂടെയാണ് ഇത് കേട്ടോ. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനും കൂടെയാണ്. ഔട്ടർ സൈഡും ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനും നിങ്ങൾക്ക് കാണാം. ഇതാ നെയിം ദ കോംപ്ലക്സ്, റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഇത് ഏതാണ് ഈ കോംപ്ലക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ഒരു ഫിഗർ നമ്മുടെ എൻസാറ്റഡ് ടെക്സ്റ്റിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇറ്റ് ഈസ് ATP സിന്തേസ് അല്ലെ. കോംപ്ലക്സ് 5 ആണ്. ATP സിന്തേസ് എന്ന കോംപ്ലക്സ് ആണ് എന്തിനു വേണ്ടിയിട്ട് ഇവർ ഫംഗ്ഷൻ ചെയ്യുന്നത്? ATPനെ ഉണ്ടാക്കാനാണ്. ഹൈഡ്രജൻ പൊട്ടൻഷ്യൽ വേരിയേഷൻ അനുസരിച്ച് ATPനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ആ റിയാക്ഷനും പഠിച്ചു വെക്കേണ്ടതാണ്. ഇതുപോലെ ഈ ചാപ്റ്ററിലും ഫോട്ടോസിന്തസിൻ്റെ ചാപ്റ്ററിലുമുള്ള എല്ലാ ഡയഗ്രാംസും നോട്ട് ചെയ്ത് വെച്ചോ. നമ്മൾ യൂഷ്വലായിട്ട് വിടുന്ന ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ അതും നോട്ട് ചെയ്യണം. കാരണം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. Respiratory quotient depend upon type of substrate used during respiration. Define RQ, respiratory quotient. What is respiratory quotient of carbohydrate during respiration? ഇതും ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഡിഫൈൻ RQ, respiratory quotient. What is the RQ of carbohydrate during respiration? Ratio of volume of CO2 evolved by volume of oxygen consumed ആണ്. അതായത് വോളിയം ഓഫ് CO2 evolved by volume of O2 consumed. ഈ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസ്പിറേറ്ററി കോഷ്യൻ്റ് എന്ന് പറയുന്നത്. സോ റെസ്പിറേറ്ററി കോഷ്യനെ നമ്മൾ RQ എന്ന് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റിന് അത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഫാറ്റും പ്രോട്ടീനും എത്രയാണ് റെസ്പിറേറ്ററി കോഷ്യൻ്റ് എന്നുള്ളത് കമൻറ്റ് ബില്ലോ. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഓർത്ത് വെച്ച് തന്നെ ആൻസർ ചെയ്യാം. ഫെർമെൻറ്റേഷൻ ഈസ് ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറൂവിക് ആസിഡ്. നമ്മൾ ഫെർമെൻറ്റേഷൻ പഠിക്കുന്നുണ്ട്. അനൈറോബിക് റെസ്പിറേഷൻ ആണ് അല്ലേ. ഇവിടെ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറൂവിക് ആസിഡ് ആണ്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ ഇൻ മൈക്രോ ഓർഗാനിസം. നമുക്ക് ലാക്ടിക് ആസിഡ് ഫെർമെൻറ്റേഷനും ആൽക്കഹോൾ ഫെർമെൻറ്റേഷനുമാണ്. ലാക്ടിക് ആസിഡിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലാക്ടിക് ആസിഡ് ആണ്. പൈറൂവിക് ആസിഡ് ഡീഹാർബോസിലേസ് വഴിയാണ് ഉണ്ടാകുന്നത്. ആൽക്കഹോൾ ഫെർമെൻറ്റേഷനിൽ പൈറൂവിക് ആസിഡ് കൺവേർട്ടഡ് ടു ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൽക്കഹോൾ ഡീഹൈഡ്രേഷനേസ്. ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈം രണ്ടും ഓർത്ത് വെക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് വേർഡ് പെയർ ആയിട്ട് ചോദിക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. സോ ലാക്ടിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ പൈറൂവിക് ആസിഡ് ഡീകാർബോക്സിലേസ് ആണ്. ആൽക്കഹോൾ ഫെർമെൻറ്റേഷനിൽ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ആണ്. Give any 3 differences between aerobic respiration and fermentation.
എയറോബിക്ക് നമ്മൾ പറഞ്ഞു ഓക്സിജൻ ആവശ്യമുണ്ട്, അനഎയറോബിക്കിൽ ഓക്സിജൻ ആവശ്യമില്ല. സൈറ്റോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. എയറോബിക്ക് സൈറ്റോപ്ലാസ്റ്റിലും മൈറ്റോകോൺട്രിയയിലും നടക്കും. എയറോബിക്കിൽ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്, അനഎയറോബിക്കിലോ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ. ആൻഡ് ഹൈ എനർജി ഏകദേശം 36 ATP ആണ് ഫൈനൽ എയറോബിക് റെസ്പിറേഷൻ നടന്നു കഴിയുമ്പോൾ കിട്ടുന്നത്. എന്നാൽ അനഎയറോബിക്കിലോ ലോ എനർജി ഔട്ട്പുട്ട് ഓൺലി 2 ATP. ആൻഡ് എൻഡ് പ്രോഡക്റ്റ് ഓഫ് CO2 ആൻഡ് വാട്ടർ ആണ് എയറോബിക്കിൽ. അനൈറോബിക്കിൽ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലാക്ടിക് ആസിഡ് ആവാം, ഈഥൈൽ ആൽക്കഹോൾ, കാർബൺ ഡൈ ഓക്സൈഡും ആകും. സോ ഡിഫറൻസസ് പഠിച്ചു വെക്കാം. Observe the figure of citric acid cycle. Where does it takes place in a cell? Write the name of compound marked as A, B, C and D. ഞാൻ പറഞ്ഞിരുന്നു സിട്രിക് ആസിഡ് സൈക്കിൾ വ്യക്തമായി പഠിക്കണം. ഇവിടെ എവിടെയൊക്കെയാണ് NADH ഫോം ചെയ്യുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത്, GTP റിലീസ് എവിടെയാണ് എന്നൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. എത്ര കാർബൺ കോമ്പൗണ്ട് ആണെന്ന് നോക്കും. ആൽഫ കീറ്റോഗ്ലോട്ടിക് ആസിഡ് 5 കാർബൺ ആണ്. എ എന്ന് പറയുന്ന സിട്രിക് ആസിഡ് എത്ര കാർബൺ ആണ്? 6 കാർബൺ കോമ്പൗണ്ട് ആണ്. 4 കാർബൺ. സക്സീനിക് ആസിഡ് B 4 കാർബൺ ആണ്. മാലിക് ആസിഡ് 4 കാർബൺ ആണ്. അപ്പം ഇതുപോലെ നിങ്ങൾ ഓരോന്നും എത്ര കാർബൺ കോമ്പൗണ്ട് ആണ്, എവിടെയൊക്കെ NADPH GTP ഫോം ചെയ്യുന്നു എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കണം. സോ എവിടെയാണ് നടക്കുന്നത് ക്രബ് സൈക്കിളോ മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലാണ്. എ എന്ന് പറയുന്നത് സിട്രേറ്റ് അല്ലെങ്കിൽ സിട്രിക് ആസിഡ്, ബി എന്ന് പറയുന്നത് സക്സീനേറ്റ് അല്ലെങ്കിൽ സക്സീനിക് ആസിഡ് ആണ്, സി എന്ന് പറയുന്നത് മാലിക് ആസിഡ് അല്ലെങ്കിൽ മാലേറ്റ് ആണ്, ആൻഡ് ഡി എന്ന് പറയുന്നത് ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. അപ്പോൾ പ്രോഡക്റ്റുകൾ പഠിച്ചു വെക്കണേ. റിയാക്ഷൻ ഇപ്പം തന്നെ മിസ്സിൻ്റെ കൂടെ തന്നെ പഠിച്ചോളാം. ചൂസ് ദ കറക്റ്റ് ആൻസർ. റെസ്പിറേറ്ററി ക്വോഷ്യന്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് 1 ആണെന്ന് നമുക്കറിയാം. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഈസ് complete oxidation of organic substance in the presence of oxygen. Presence of oxygen നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് എന്താണ്? എയറോബിക് റെസ്പിറേഷൻ. ഓക്കെ, നെയിം ദ പ്രോസസ് വിച്ച് ഈസ് കോമൺ ഫോർ ബോത്ത് എയറോബിക് ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ. രണ്ടാൾക്കും കോമൺ ആയിട്ടുള്ള പ്രോസസ് ആണ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൂക്കോസ് ഈസ് ബ്രേക്ക് ഡൗൺ ഇൻ ടു പൈറുവിക് ആസിഡ്. എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പൈറുവിക് ആസിഡ് ആണ്. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു 2 ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ഡയഗ്രംസ്, പ്രോസസ്സുകൾ, റിയാക്ഷൻസ്, എൻഡ് പ്രോഡക്റ്റ്, സബ്സ്ട്രേറ്റ്സുകൾ ഇത് നോക്കിയിട്ട് വേണം പോകാൻ. സോ വിഷ് യു ആൾ ദ ബെസ്റ്റ്.